രണ്ടാം വർഷ ഇംഗ്ലീഷ് പഠന പരമ്പരയിലേക്ക് സ്വാഗതം. ഇന്ന് സെക്കൻഡ് യൂണിറ്റ് ഹൈറ്റ്സ് ഓഫ് ഹാർമണി. ഹൈറ്റ്സ് ഓഫ് ഹാർമണി എന്നാണ് യൂണിറ്റിന് തന്നിരിക്കുന്ന ടൈറ്റിൽ. അതായത് ഐക്യത്തിൻ്റെ ഔന്നത്യം, ഐക്യത്തിൻ്റെ ഉയരങ്ങൾ, അല്ലെങ്കിൽ ഒരുമയുടെ ഔന്നത്യം എന്നൊക്കെ നമുക്കിതിനെ പറയാം. ഈ യൂണിറ്റിൽ ഹൗ ടു മേക്ക് ഹാർമണി ഇൻ ലൈഫ്, എങ്ങനെയാണ് ഒരുമയോടുകൂടി ജീവിക്കേണ്ടത്, അല്ലെങ്കിൽ ജീവിക്കാൻ ആവശ്യമായ ഘടകങ്ങൾ എന്തൊക്കെയാണ്, 3 പാഠങ്ങളാണ് ഈ യൂണിറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ദ ഫസ്റ്റ് വൺ, ദറ്റ് ഇസ് എ പോം, മെൻഡിങ് വോൾ, written by Robert Frost. And the second one, that is a story, Amigo Brothers. And at another one, the last one, a one-act play, The Hour of Truth. ഈ 3 ലെസൺസ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് നമുക്ക് ഫസ്റ്റ് ലെസൺ, മെൻഡിങ് വോൾ എന്ന പോം. ഇറ്റ് ഈസ് റിട്ടൺ ബൈ റോബർട്ട് ഫ്രോസ്റ്റ്. അപ്പോൾ ഈ യൂണിറ്റിന് ഒരു 0 ടെക്സ്റ്റ് അല്ലെങ്കിൽ ഒരു ഇൻട്രൊഡക്ടറി ലൈൻ തന്നിട്ടുണ്ട് ടെക്സ്റ്റിൽ. ലിറ്റിൽ ഡീഡ്സ് ഓഫ് കൈൻഡ്നസ്, ലിറ്റിൽ വേർഡ്സ് ഓഫ് ലവ് മേക്ക് അവർ എർത്ത് ആൻഡ് ഏതൻ ലൈക്ക് ദ ഹെവൻ എബവ്. ആൻഡ് ദ ലൈൻസ് ആർ റിട്ടൺ ബൈ ജൂലിയ എഫ് കാനിങ്. എന്താ ഈ വരികളുടെ അർത്ഥം? അതായത് ലിറ്റിൽ ഡീഡ്സ് ഓഫ് കൈൻഡ്നസ്, കാരുണ്യത്തിൻ്റെ ചെറിയ ചെറിയ പ്രവർത്തികൾ. ലിറ്റിൽ വേർഡ്സ് ഓഫ് ലവ്, സ്നേഹപൂർണമായ വാക്കുകൾ. മേക്ക് അവർ എർത്ത് ആൻഡ് ഏതൻ ലൈക്ക് ദ ഹെവൻ എബവ്. അവ, ഈ നല്ല പ്രവർത്തികളും നല്ല വാക്കുകളും നമ്മളുടെ ഭൂമിയെ ഏതനാക്കി മാറ്റുന്നു എന്ന് പറയുമ്പോൾ, മേൽ കാണുന്ന സ്വർഗത്തെ പോലെ ഭൂമിയും സ്വർഗമായി മാറണമെങ്കിൽ കാരുണ്യത്തിൻ്റെ ചെറിയ ചെറിയ പ്രവർത്തികളും സ്നേഹപൂർണമായ വാക്കുകളും മതിയാകും എന്നാണ് ഈ വരികൾ അർത്ഥമാക്കുന്നത്. ആൻഡ് നൗ വി ക്യാൻ മൂവ് ടു ദ പോം. സോ ബിഫോർ ഗോയിങ് ടു ദ പോം, വി ക്യാൻ ജസ്റ്റ് സീ ദ പോയറ്റ് Robert Frost. Robert Frost, an American poet, born on 1874 and died in 1963. And his poems are colloquial in style. What is this colloquial style? Colloquial style means സംസാര രീതി തന്നെയാണ്, അല്ലാതെ ഒരു ഫോർമൽ ടച്ച് ഒന്നും വരാതെ സംസാരിക്കുന്ന രീതിയിൽ തന്നെയുള്ള അവതരണമാണ്. അതാണ് കൊളോക്കിയൽ സ്റ്റൈൽ പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത്. എസ്പെഷ്യലി റോബർട്ട് ഫ്രോസ്റ്റ് ഈസ് എ പോയറ്റ് ഓഫ് കൊളോക്കിയൽ സ്റ്റൈൽ. ആൻഡ് ഹിസ് പോംസ് ബിഗിൻ ഇൻ ഡിലൈറ്റ് ആൻഡ് എൻഡ്സ് ഇൻ വിസ്ഡം. സാധാരണ അദ്ദേഹത്തിൻ്റെ കവിതകൾ ബിഗിൻ ഇൻ ഡിലൈറ്റ് ആൻഡ് എൻഡ്സ് ഇൻ വിസ്ഡം എന്ന് പറയുമ്പോൾ വളരെ ലളിതമായും സന്തോഷമായും ഒക്കെ ആരംഭിച്ചിട്ട് ഒരു പ്രത്യേക ചിന്തയിൽ വായനക്കാരെ കൊണ്ടെത്തിക്കുന്ന തരത്തിലുള്ള അവതരണം, അല്ലെങ്കിൽ അതാണ് ശൈലി. അപ്പോൾ വളരെ ലളിതമായി കവിത തുടങ്ങുന്നു, വളരെ സന്തോഷമായിട്ട് ഒരു കഥ പറയുന്ന രീതിയിൽ കൊളോക്കിയൽ സ്റ്റൈലിൽ അവതരിപ്പിച്ചിട്ട് ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ദ പോം വി ക്യാൻ സീ എ പർട്ടിക്കുലർ തോട്ട് ദെയർ. ഒരു പ്രത്യേക ചിന്തയിലാണ് അവസാനിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒട്ടുമിക്ക കവിതകളും. ആൻഡ് ഹി ഹാസ് റിസീവ്ഡ് ദ പുലിറ്റ്സർ പ്രൈസ് ഫോർ ഹിസ് വർക്ക്, ദറ്റ് ഈസ് ഫോർ ന്യൂ ഹാംപ്ഷയർ, ദറ്റ് ഈസ് ഇൻ 1924. Then his collected poems 1931 and further range, that is in 1937, and a witness tree, that is 1943. അപ്പം പുലിറ്റ്സർ പ്രൈസ് ഈ 4 വർക്കുകൾക്ക് അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ട്. ദെൻ ഹിസ് ഫേമസ് പോയംസ് ഇൻക്ലൂഡ് സ്റ്റോപ്പിംഗ് ബൈ വുഡ്സ് ഓൺ എ സ്നോയി ഈവനിങ് ആൻഡ് റോഡ് നോട്ട് ടേക്കൺ. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഈ കവിതകളെക്കുറിച്ച്, അല്ലെങ്കിൽ ആ സ്റ്റോറി നിങ്ങൾ മുൻപ് പഠിച്ചിട്ടുണ്ടായിരിക്കും. സ്റ്റോപ്പിംഗ് ബൈ വുഡ്സ് ഓൺ എ സ്നോയി ഈവനിങ് ആൻഡ് ദ റോഡ് നോട്ട് ടേക്കൺ ഫേമസ് പോയംസ് ആണ്. ദെൻ ഇൻ ഹിസ് പോയം സ്റ്റോപ്പിംഗ് ബൈ വുഡ്സ് ഓൺ എ സ്നോയി ഈവനിങ്, മോസ്റ്റ് ഓഫൺ ലൈൻസ് ആർ ദെയർ. വുഡ്സ് ആർ ലവ്ലി, ഡാർക്ക് ആൻഡ് ഡീപ്പ്. ഐ ഹാവ് പ്രോമിസസ് ടു കീപ്പ് and miles to go before I sleep, and miles to go before I sleep. ഈ വരികൾ
വളരെ പ്രാധാന്യമുള്ള, അതായത് സ്റ്റോപ്പിംഗ് ബൈ വുഡ്സ് ഓൺ എ സ്നോയി ഈവനിങ് എന്ന് പറയുന്ന ആ കവിതയിൽ കവി ഒരു ഫോറസ്റ്റിൽ കൂടി യാത്ര ചെയ്യുന്നു. ഫോറസ്റ്റിൽ കൂടി യാത്ര ചെയ്തിട്ട് യാത്രാമധ്യേ അവിടെ ആ ഫോറസ്റ്റിൻ്റെ ഭംഗി ആസ്വദിക്കാനായിട്ട് തൻ്റെ കുതിരപ്പുറത്തു നിന്ന് കവി അവിടെ ഇറങ്ങി ഒരല്പനേരം വിശ്രമിക്കുകയും കാഴ്ചകൾ കാണുകയും ചെയ്യുന്നു. സ്വയം മറന്നുകൊണ്ട് കവി കാഴ്ചകൾ കണ്ടു നിൽക്കുന്നു. ആൻഡ് ദ ഹോഴ്സ് ഗീവ്സ് ഇറ്റ്സ് ഹാർനസ് ബെൽ എ ഷേക്ക്. എന്തുകൊണ്ടാണ് തൻ്റെ യജമാനൻ ഇപ്പോഴും ഈ ഇങ്ങനെ മറന്നു നിൽക്കുന്നത്, പരിസരത്തെ മാത്രം ശ്രദ്ധിച്ച് തൻ്റെ ഉത്തരവാദിത്തങ്ങൾ മറന്നു നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കിയ തൻ്റെ കുതിര തൻ്റെ ഹാർനസ് ബെല്ല്, ആ കഴുത്തിലിട്ടിരിക്കുന്ന ബെല്ല് കുലുക്കിയെന്നും ശബ്ദമുണ്ടാക്കിയെന്നും അത് കേട്ടുകൊണ്ട് വീണ്ടും കവി തൻ്റെ യാത്ര തുടർന്നുവെന്നുമാണ് അതിൽ കവിതയിൽ പറയുന്നത്. അതിൻ്റെ കൺക്ലൂഡിംഗ് ലൈൻസ് ഇങ്ങനെയാണ്: വുഡ്സ് ആർ ലവ്ലി ഡാർക്ക് ആൻഡ് ഡീപ്പ്, ഐ ഹാവ് പ്രോമിസസ് ടു കീപ് ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ് ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ് എന്ന് പറയുമ്പോൾ ജീവിതം വളരെ ജീവിതത്തെ ഒരു യാത്രയായിട്ടും ആ യാത്രയിൽ നമ്മൾ ഇടയ്ക്ക് വെച്ച് നമ്മുടെ അല്ലെങ്കിൽ പുറം സൗന്ദര്യങ്ങൾ കണ്ട് നമ്മൾ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ഒരുപാട് നമ്മൾക്ക് തീർക്കാനുണ്ട്. ആ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ആ വരികളിൽ കൂടി കവി തരുന്നത്. വളരെ ഫേമസ് ലൈൻസാണ്, കോട്ടഡ് ലൈൻസുമാണത്. തന്നെയുമല്ല, ഈ വരികൾക്കൊരു പ്രത്യേകതയുണ്ട്. ജവഹർലാൽ നെഹ്റു ഹാഡ് ദീസ് ലൈൻസ് ഇൻസ്ക്രൈബ്ഡ് ആൻഡ് കെപ്റ്റ് ഓൺ ഹിസ് ടേബിൾ. ജവഹർലാൽ നെഹ്റു ഈ മേൽപ്പറഞ്ഞ വരികൾ അദ്ദേഹത്തിൻ്റെ മേശമേൽ കൊത്തിവെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ വെച്ചിരുന്നു എന്നാണ് പറയുന്നത്. ഇനി കവിതയിലേക്ക് കടക്കാം. മെൻഡിങ് വോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബിഗിൻസ് ഇൻ ഡിലൈറ്റ് ആൻഡ് എൻഡ്സ് ഇൻ വിസ്ഡം. എന്താണ് മെൻഡിങ്? മെൻഡിങ് എന്ന് വെച്ചാൽ റിപ്പയറിങ് എന്നാണ് ആ വാക്കിനുള്ള അർത്ഥം. റിപ്പയറിങ്, കേടുപാടുകൾ തീർക്കുക എന്നാണ്. മെൻഡിങ് വോൾ എന്നാണ് കവിതയുടെ പേര്. ഹിയർ ഇൻ ദിസ് പോയം ദ മെയിൻ ക്യാരക്ടേഴ്സ് that are the poet himself, that is the first character, and at another one that is his neighbor. That means the poet and his neighbor are the main characters in this poem. The poem is about two neighbors and they meet each other once in a year in order to repair their stone wall. And the poet's property that is full of apple trees and his neighbors that is full of pine trees. And in the spring season, the poet and his neighbor, they meet together and they jointly repair the wall. And in the opening lines of the poem, we can read the poem. Something there is that doesn't love a wall, that sends frozen ground swell under it and spills the upper boulders in the sun and makes gap even two can pass abreast. The work of hunters is another thing. I have come after them and made repair where they would have left not one stone on a stone, but they would have the rabbit out of hiding to please the yelping dogs. The gaps I mean, no one has seen them made or heard them made. So the lines, it says, the poet through the poem or through the opening lines tries to bring out the idea that something there is that doesn't love a wall, something there is that dislike a wall in nature itself. പ്രകൃതിയിൽ തന്നെ ഈ മതിലുകളെ ഇഷ്ടമല്ലാത്ത അല്ലെങ്കിൽ വെറുക്കുന്ന എന്തോ ഒന്ന് ഉണ്ട്. ആൻഡ് ദാറ്റ് സംതിങ് മേക്സ് ദ ഫ്രോസൺ ഗ്രൗണ്ട് സ്വെൽ അണ്ടർ. അതെന്താണെന്ന് വ്യക്തമായി കവി പറയുന്നില്ല. എന്തോ ഒരു ആംബിക്വിറ്റിയിൽ ആണ് കവിത തുടങ്ങുന്നത്, ഒരു സംശയത്തിലാണ് തുടങ്ങുന്നത്. സംതിങ് ദെയർ ഈസ് ദാറ്റ് ഡസൻറ്റ് ലവ് എ വാൾ. എന്നിട്ട് അതെന്താ ചെയ്യുന്നത്? ആൻഡ് മേക്സ് ദ ഫ്രോസൺ ഗ്രൗണ്ട് സ്വെൽ അണ്ടർ ഇറ്റ്. ആ സംതിങ് ഈ മതിലിൻ്റെ അണ്ടർഗ്രൗണ്ടിനെ ഫ്രോസൺ ആക്കുന്നു എന്ന് പറയുമ്പോൾ കുതിർത്ത് അല്ലെങ്കിൽ വീർപ്പിക്കുക. അതിൻ്റെ ഭാഗമായിട്ട് ആൻഡ് ബിക്കോസ് ദ മീൻസ് എക്സ്പാൻഡഡ് ആകുന്നു. The underground is getting expanded, and as a result of that expansion, the upper stones of the wall
fall down. അതിൻ്റെ ഫലമായിട്ട് ഈ മതിലിൻ്റെ മുകൾ ഭാഗത്തു നിന്നും കല്ലുകൾ ഇടിഞ്ഞു വീഴുന്നു. And so gaps are made as the stones fall off the wall. ഈ മതിലിൽ നിന്നും കല്ലുകൾ ഇങ്ങനെ ഇടിഞ്ഞു വീഴുന്നതിൻ്റെ ഫലമായി ഗ്യാപ്പുകൾ ഉണ്ടാകുന്നു. And these gaps are big, very big, enough to let even two people can pass abreast. ഈ വിടവുകൾ അത്രത്തോളം വലിയ വിടവുകളാണ്. രണ്ട് പേർക്ക് ആ വിടവുകളിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പ്രവേശിക്കാൻ പറ്റും എന്നാണ് കവി പറയുന്നത്. ആൻഡ് സംടൈംസ്, ഇനി ഇത് മാത്രമല്ല, ഈ കല്ലുകൾ ഇടിഞ്ഞു വീഴുന്നു അല്ലെങ്കിൽ അപ്പർ ബോൾഡേഴ്സ് താഴേക്ക് വീഴുന്നതിൻ്റെ ഫലമായിട്ട് ഗ്യാപ്സ് ഉണ്ടാകുന്നു എന്ന് പറയുന്നു. ഇത് മാത്രമല്ല കാരണമെന്നും കവി പറയുന്നുണ്ട്. എന്താണ്? ദ ഹണ്ടേഴ്സ്, ദ വർക്ക് ഓഫ് ഹണ്ടേഴ്സ് ഈസ് അനദർ തിങ്. ഇനി ഹണ്ടേഴ്സിൻ്റെ കാര്യം പറയുക. വേട്ടക്കാർ, നായാട്ടുകാർ ആ വഴി വരുന്നുണ്ട്. അവരെന്താ ചെയ്യുന്നത്? സംടൈംസ് ദേ പാസ് ത്രൂ ദ ഗ്യാപ്സ്. അവരും ഈ വഴി കടന്നു പോകുന്നു. ഇനി വാട്ട് ആർ ദ ഡൂയിങ്, വാട്ട് ആർ ദ ഹണ്ടേഴ്സ് ഡൂയിങ് ദെയർ? ഇൻ ഓർഡർ ടു പ്ലീസ് ദെയർ ഹെൽപ്പിംഗ് ഡോഗ്സ്, ബാർക്കിംഗ് ഡോഗ്സ്, ദേ ദംസെൽസ് മേക്ക് ദ റാബിറ്റ്സ് ഔട്ട് ഓഫ് ദെയർ ഹോൾ. അതായത് ഈ മാളങ്ങളിൽ റാബിറ്റ്സ്, മുയലുകളുണ്ട്. ഈ മുയലുകളെ കല്ലുകൾ പെറുക്കി മാറ്റിയിട്ട് ആ മുയലുകളെ അവരുടെ ഹോളിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരുന്നു. ആരാ കൊണ്ടുവരുന്നത്? ഹണ്ടേഴ്സാണ്. വളരെ ഹ്യൂമറസ് ആയിട്ട് പറയാം. സാധാരണ ഡോഗ്സ് ദേ വിൽ ബാർക്ക് ആൻഡ് ദേ വിൽ മേക്ക് ദ റാബിറ്റ്സ് ഫ്രൈറ്റൻഡ്. അവരെ ഭയപ്പെടുത്തിയിട്ട് മാളത്തിനുള്ളിൽ നിന്നും പുറത്തു കൊണ്ടുവന്നിട്ടാണ് ഈ നായ്ക്കൾ അല്ലെങ്കിൽ ഈ വേട്ട നായ്ക്കൾ അവരെന്ത് ചെയ്യുന്നത്? ഈ ജീവികളെ പിടിച്ച് ഭക്ഷണമാക്കുന്നത് അല്ലെങ്കിൽ തൻ്റെ വേട്ടക്കാരന് അല്ലെങ്കിൽ തൻ്റെ യജമാനന് കൊടുക്കുന്നത്. അപ്പോൾ ഇതിന് വിരുദ്ധമായിട്ട് ഇവിടെ നായാട്ടുകാരൻ അല്ലെങ്കിൽ ഹണ്ടർ തന്നെ തൻ്റെ നായ്ക്കൾക്ക് വേണ്ടി മുയലുകളെ മാളത്തിൽ നിന്നും പുറത്തു ചാടിക്കുന്നു എന്ന് ഹ്യൂമറസ് ആയിട്ട് കവിയുടെ പറയുക. അപ്പോൾ അവിടെ ഒരു ഹ്യൂമർ അല്ലെങ്കിൽ ഫണ്ണ് ഉപയോഗിച്ചിട്ടുമുണ്ട്. ദ വോൾ ഈസ് ഡാമേജ്ഡ് ബൈ ദ കെയർലെസ് ഹണ്ടേഴ്സ് and they what are they doing? They pull down the stones of the wall in search of the rabbit, and as a result big gaps are formed there എന്ന ഒരു അർത്ഥം അവിടെ തരുന്നുണ്ട്. Then the poet says, no one has seen them made or heard them made. അതിനകത്തെ ഒരു പ്രധാനപ്പെട്ട വരിയാണ്. നോ വൺ ഹാസ് സീൻ ദം മെയ്ഡ് ഓർ ഹേർഡ് ദം മെയ്ഡ്. ഇതാരാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നോ അല്ലെങ്കിൽ ഈ ഇടിയുന്നതിൻ്റെ ശബ്ദമോ ആരും ഇന്ന് വരെ കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ല. ദ പോയറ്റ് സേസ് ദറ്റ് നോബഡി സീസ് ഓർ ഹിയേഴ്സ് എനിബഡി മേക്കിംഗ് ദ ഗ്യാപ്പ് ഇൻ ദ വോൾ ബൈ ബ്രേക്കിംഗ് ദ സ്റ്റോൺസ് fall down. But the poet finds the broken wall every spring season. And so he together with his neighbor mends it. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഇതെങ്ങനെയാണ് ഇത് സംഭവിക്കുന്നതെന്ന് അവർക്കറിയാൻ വയ്യ. ബട്ട് ഇൻ എവറി ഇയർ, എസ്പെഷ്യലി ഡ്യൂറിങ് ദ സ്പ്രിംഗ് സീസൺ, ദേ ടുഗദർ മീറ്റ് ദെയർ ആൻഡ് ദേ റിപ്പയർ ദ wall. So in the poem, but at spring mending time we find them there, I let my neighbor know beyond the hill. And on a day we meet to walk the line and set the wall between us once again, and we keep the wall between us we go to ease the boulders that have fallen to each, and some are loose and some so nearly balls, and we have to use a spell to make them balance. So this particular lines says, how do they mend the wall? The neighbor and the poet mend the wall. That means they walk along the wall on either side. രണ്ടുപേരും മതിലിൻ്റെ രണ്ട് ഭാഗവും വരുന്നു. The poet picks the stones fallen on his side and the neighbor on his side. രണ്ടുപേരും അവരവരുടെ പുരയിടത്തിൽ വീണ് കിടക്കുന്ന കല്ലുകൾ പെറുക്കിയെടുക്കുന്നു. And they fix them there. രണ്ടുപേരും കൂടി ചേർന്ന് തന്നെ ആ മതിൽ അവിടെ വീണ്ടും ഫിക്സ് ചെയ്യുന്നു. ആൻഡ് ദ സ്റ്റോൺസിനെ കുറിച്ച് പറയുക. ഈ മതിൽ കെട്ടാൻ ഉപയോഗിക്കുന്ന സ്റ്റോൺസ്, സം ആർ ലോസ് ആൻഡ് സം ആർ നിയർലി ബോൾസ്. ചിലവ
ലോവ്സ് ആണ്. ലോവ്സ് എന്ന് വെച്ചാൽ ബ്രെഡ് പീസസിനെയാണ് നമ്മൾ ലോവ്സ് എന്ന് പറയുന്നത്, റൊട്ടി കഷ്ണങ്ങൾ. അതെങ്ങനെയാണ്? ഫ്ലാറ്റൻഡ് ആണ് ഷേപ്പ്. And some are loaves and some are nearly balls, means the stones are of different shapes. Some are flattened and some are balls, means rounded stones. And so what happens? We need a special spell, that means a skill. Spell enna paranjirikkunnathu. Spell ennu parnja oru magic. We need a special magic or a particular skill to fix them on the wall. ഇതിനെ ഇങ്ങനെ ഈ മതിൽ പെറുക്കി വെക്കുമ്പോൾ ഒരേ ഷേപ്പുള്ള കല്ലുകളാണെങ്കിൽ അതിനെ അവിടെ നിർത്താൻ നമുക്ക് എളുപ്പമാണ്. ഇവിടെ പലതരത്തിലുള്ള കല്ലുകളാണ്, ലോവ്സ് ആൻഡ് ബോൾസ്, ആൻഡ് സോ വി നീഡ് എ പർട്ടിക്കുലർ സ്കിൽ ടു ഫിക്സ് ദം. And that means the stones will not stay there for a long time. And so very humorously the poet says to the stones, stay where you are until our backs are turned. ഞങ്ങളൊന്ന് തിരിയുന്നത് വരെ എങ്കിലും നിങ്ങൾ അവിടെ ഒന്ന് ഇരിക്കണേ എന്ന് കല്ലുകളോട് കവി പറയുന്നു. അപ്പോൾ ഇവിടെ പെർസോണിഫിക്കേഷനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ദറ്റ് മീൻസ് കല്ലുകളെ വ്യക്തികളായി കാണുകയാണ്. പെർസോണിഫിക്കേഷനാണ് ഫിഗർ ഓഫ് സ്പീച്ച് ഉപയോഗിച്ചിരിക്കുന്നത്. സ്റ്റേ വെയർ യു ആർ അണ്ടിൽ അവർ ബാഗ്സ്. യു ഹിയർ മീൻ സ്റ്റോൺസിനോടാണ് പറയുന്നത്. സ്റ്റേ വെയർ യു ആർ അണ്ടിൽ അവർ ബാഗ്സ് ആർ ടേൺഡ്. പെർസോണിഫിക്കേഷനാണ്. നിങ്ങൾ അവിടെ ഒന്ന് ഇരിക്കണേ, ഞങ്ങൾ തിരിയുന്നത് വരെയെങ്കിലും നിങ്ങൾ അവിടെ ഒന്ന് ഇരിക്കണേ എന്ന് കല്ലുകളോട് പറയുന്നു. ആൻഡ് വി വെയർ അവർ ഫിംഗേഴ്സ് റഫ് വിത്ത് ഹാൻഡ്ലിംഗ് ദം. ദറ്റ് മീൻസ് because they are doing with the rough stones, and as a result their fingers get injured or wounded. കവി പറയാ കുറേ നേരം കൊണ്ട് ജോലി ചെയ്യുക, കല്ലുകൾ പറക്കി വെക്കുക, ഞങ്ങളുടെ വിരലുകളൊക്കെ മുറിഞ്ഞു എന്ന് പറയുന്നു. Then again the poet says that it is an outdoor game. ഈ ജോലി കണ്ടിട്ട് എന്താ തോന്നുന്നത്? ഇതൊരു ഔട്ട്ഡോർ ഗെയിം പോലെയാണ്. So it is just another kind of outdoor game, one on a side. It comes to little more. That means it is more than that, an outdoor game. എന്താ പറയുന്നത്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ആൻ ഔട്ട്ഡോർ ഗെയിം എന്നാണ്. ഇത് വേറെ ഒന്നുമല്ല, ഇതൊരു ഔട്ട്ഡോർ ഗെയിം പോലെയാണ്. ബിക്കോസ് വെയർ വൺ പ്ലെയർ സ്റ്റാൻഡിങ് ഓൺ വൺ സൈഡ് ഓഫ് ദ വോൾ ആൻഡ് ദി അതർ ഓൺ ദി അതർ സൈഡ് ഓഫ് ദ വോൾ. ദേ ആർ പിക്കിംഗ് അപ്പ് ദോസ് സ്റ്റോൺസ് ആൻഡ് ഫിക്സിംഗ് ദം ദെയർ. സോ ഇറ്റ് ഈസ് ആൻ ഔട്ട്ഡോർ ഗെയിം. ഇറ്റ് ഈസ് ലൈക്ക് ആൻ ഓർ ജസ്റ്റ് ആൻ ഔട്ട്ഡോർ ഗെയിം എന്ന് പറയുമ്പോഴവിടെ ഫിഗർ ഓഫ് സ്പീച്ച് സിമിലിയാണ്. The poet again thinks, what is the need of a wall in between me and my neighbor? What is the use or what is the wall doing here? എന്താണ് ഈ മതിലിൻ്റെ ആവശ്യം? Actually the poet doesn't like to make a wall in between himself's farm and the neighbors, but the neighbor, so he prefers to make a wall there. Then again the poet says, he is all pine and I am apple orchard. He is all pine here means in his farm pine trees are there, and I am of apple orchard here means I have apple trees in my farm. That is, he is all pine and I am apple orchard. My apple trees will never get across and eat the cones under his pines. വളരെ ഹ്യൂമറസ് ആയിട്ട് വീണ്ടും ഫണ്ണാണ് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഹ്യൂമർ വന്നിരിക്കുകയാണ്. മൈ ആപ്പിൾ ട്രീസ് വിൽ നെവർ ഗെറ്റ് എക്രോസ് ആൻഡ് ഈറ്റ് ദ കോൺസ് അണ്ടർ ഹിസ് പൈൻസ് ഹിയർ മീൻസ് ഒരിക്കലും എൻ്റെ പുരയിടത്തിലെ അല്ലെങ്കിൽ ഫാമിലെ ആപ്പിൾ വൃക്ഷങ്ങൾ തൻ്റെ നെയ്ബറിൻ്റെ പുരയിടത്തിലേക്ക് ചെന്ന് അവിടെ അദ്ദേഹത്തിൻ്റെ പൈൻ വൃക്ഷങ്ങളുടെ ചുവട്ടിൽ വീണ് കിടക്കുന്ന കോൺസ് അല്ലെങ്കിൽ അതിൻ്റെ ഫ്രൂട്ട്സ് എടുത്ത് കഴിക്കില്ലല്ലോ എന്ന് ഹ്യൂമറസ് ആയിട്ട് കവി പറയുന്നു. പിന്നെ എന്താ ഇതിൻ്റെ ആവശ്യം? ആൻഡ് ദെൻ ദ നെയ്ബർ സേസ്, ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ്. What is the neighbor's answer to that particular question or the ambiguity of the neighbor? The poet. ഈ പോയറ്റിൻ്റെ സംശയം അല്ലെങ്കിൽ പോയറ്റ് വളരെയധികം ആശങ്കയിലാണ്. എന്തിനാ ഈ മതിൽ ഞങ്ങൾക്കിടയിൽ? എൻ്റെ പുരയിടത്തിലെ ആപ്പിൾ വൃക്ഷങ്ങളൊന്നും തന്നെ അയാളുടെ പൈൻ വൃക്ഷങ്ങളുടെ കോൺസ് കഴിക്കാൻ അവിടെ ചെല്ലുന്നില്ലല്ലോ, പിന്നെ എന്തിനാ ഇൻ ബിറ്റ്വീൻ? വാട്ട് ഈസ് ദ നീഡ് ഓഫ് എ വോൾ? Then what is the neighbors reply? Good fences make good neighbors. നല്ല മതിലുകൾ നല്ല അയൽവക്കക്കാരെ ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ സൃഷ്ടിക്കുന്നു എന്നാണ് നമ്മളുടെ അയൽവക്കക്കാരൻ്റെ അല്ലെങ്കിൽ നെയ്ബറുടെ അഭിപ്രായം.
അങ്ങനെ ഈ കവിതയുടെ ഫസ്റ്റ് സ്റ്റാൻസ, ഇവിടെ നമുക്ക് സ്റ്റാൻസ എന്ന് പറയാൻ പറ്റുന്നില്ല, ഒരു ലോങ് സ്റ്റാൻസയായിട്ടാണ്. 2 stanzas ആർ ഹിയർ, ലോങ് ആൻഡ് ലെന്തി സ്റ്റാൻസാസ് ആണ്. അതിലെ ഫസ്റ്റ് സ്റ്റാൻസ ഇവിടെ എൻഡ് ചെയ്യുക. സോ ദ ഫസ്റ്റ് സ്റ്റാൻസ എൻഡ്സ് with the neighbors remark, good fences make good neighbors. Good neighbors വേണമെന്നുണ്ടെങ്കിൽ അവിടെ തീർച്ചയായും ചില റെസ്ട്രിക്ഷൻസ് അല്ലെങ്കിൽ നിയന്ത്രണം ആവശ്യമാണ്, ചില ബൗണ്ടറീസ് ആവശ്യമാണ് എന്നാണ് നമ്മളുടെ നെയ്ബർ വിശ്വസിക്കുന്നത്. So in the first stanza it is clear that the poet doesn't like to make a wall, but the neighbor's attitude is quite different from that of the poet, because he likes to make a wall. What is the reason behind it? Because he believes that good fences make a good neighbors. And in the second stanza, now the poet becomes too mischievous എന്നാ പറയുന്നത്. Spring is the mischief in me എന്ന് കവി പറയുന്നു. എന്ന് പറയുമ്പോൾ തന്നിലെ ആ കുരുത്തക്കേട് വരിക. എന്തുകൊണ്ടാണ് കവി ഇങ്ങനെ പറയുന്നത്, നെയ്ബർ ഇങ്ങനെ പറയുന്നത്? ആ കാരണം എന്താണെന്ന് അറിയണമല്ലോ, ഇതിൻ്റെ ആവശ്യകത എന്താണെന്ന് ഒന്നുകൂടി ചിന്തിക്കണമല്ലോ. ഇവിടെ ഇപ്പോൾ ഞങ്ങൾക്കിടയിൽ ഒരു മതിലിൻ്റെ ആവശ്യമില്ല എന്ന് തൻ്റെ നെയ്ബറോട് പറഞ്ഞ് മനസ്സിലാക്കണം എന്ന് കവി ആഗ്രഹിക്കുക. സോ ഐ വണ്ടർ ഇഫ് ഐ കുഡ് പുട്ട് എ നോഷൻ ഇൻ ഹിസ് ഹെഡ്. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിലേക്ക് ഒരു പുതിയ ചിന്ത അല്ലെങ്കിൽ ഒരു പ്രത്യേക തരത്തിലുള്ള ചിന്ത ഒന്ന് കൊണ്ടെത്തിച്ചാലോ, അല്ലെങ്കിൽ അദ്ദേഹത്തെ കൊണ്ട് മാറ്റി ചിന്തിപ്പിച്ചാലോ, അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡിൽ ഒരു വ്യത്യാസം ഉണ്ടാക്കിയാലോ എന്ന് കവി ആഗ്രഹിക്കുക. അതിനായിട്ട് ഇവിടെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കൂടി പോകുന്ന കുറേ ചിന്തകളാണ് പറയുന്നത്. So he prepares himself, the poet prepares himself to put some good ideas into his neighbor's mind in order to change his attitude. And so that means the poet believes that there is no need of a wall there, because I have apple trees and he has pine trees there. No disturbances are going on there. And the poet says a wall is needed if എങ്ങനെയാണ്, ചില കണ്ടീഷൻസ് ഉണ്ട്. നമുക്ക് നമ്മളുടെ അയൽവക്കക്കാരെയും നമ്മളെയും കൂടെ വേർതിരിക്കുന്ന ഒരു ബൗണ്ടറി വേണം. എങ്ങനെയുള്ള സന്ദർഭത്തിലാണ്, എങ്ങനെയുള്ളപ്പോഴാണ് അത് ആവശ്യമെങ്കിൽ. എങ്ങനെയാണ് ഇവിടെ ആവശ്യം കവി പറയുന്നത്? ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് നീഡഡ് ടു കീപ് ലൈവ് സ്റ്റോക്സ്. ലൈവ് സ്റ്റോക്സ് എന്ന് പറയുന്നത് ഇവിടെ പറയുന്നത് കൗസിൻ്റെ കാര്യം പറയുന്നുണ്ട്. ദാറ്റ് മീൻസ് ദാറ്റ് മീൻസ് ആ ലൈൻസ് നമുക്ക് വായിക്കാം. വൈ ഡു ദേ മേക്ക് ഗുഡ് നെയ്ബേഴ്സ് ഈസ് ഇൻ ഇറ്റ് വെയർ ദെയർ ആർ കൗസ്, ബട്ട് ഹിയർ ദെയർ ആർ നോ കൗസ്. ഇപ്പോൾ പശുക്കളൊക്കെ ഉണ്ട്, കന്നുകാലികളുണ്ട്, അല്ലെങ്കിൽ ഇതുപോലെ ലൈവ് സ്റ്റോക്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു മതിലിൻ്റെ ആവശ്യമുണ്ട്. ബിക്കോസ് ദേ വിൽ വോണ്ടർ. The livestock or the animals will wander here and there and make disturbances. ഇവിടെ അങ്ങനെയില്ല, അങ്ങനെയുള്ള ശല്യങ്ങളില്ല. പിന്നെ what is the need of a wall here? And again the poet says here they both have no cows, then what is the need of a fence? He is asking. Then again the poet asserts that before I built a wall I would ask to know what I was walling in or walling out, and to whom I was like to give offense. എന്ന് പറയുമ്പോൾ മതിൽ നിർമ്മിക്കുന്നതിന് മുൻപ് ബിഫോർ ഐ ബിൽറ്റ് എ വോൾ I would ask to know what I was walling in or walling out. That means ഒരു മതിൽ നിർമ്മിക്കുന്നതിന് മുൻപ് എന്തൊക്കെയാണ് നമ്മൾ ആ മതിലിനുള്ളിലേക്ക് അല്ലെങ്കിൽ അകത്ത് സൂക്ഷിക്കേണ്ടത്, എന്തൊക്കെയാണ് ആ മതിലിന് പുറത്തേക്ക് നിർത്തേണ്ടതെന്നും ആരെയൊക്കെയാണ് നമ്മൾ ഇതിൽ നിന്നും ഒഴിവാക്കേണ്ടത് അല്ലെങ്കിൽ പ്രതിരോധിക്കേണ്ടതെന്നും നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഇത് വളരെയധികം ആലോചിച്ച് വേണ്ടുന്ന ഒരു പ്രവൃത്തിയാണ് എന്നാ കവി പറയുന്നത്. ബിഫോർ ഐ ബിൽറ്റ് എ വോൾ ഐ വുഡ് ആസ്ക് ടു നോ ഓർ ഐ വുഡ് that means I should think what all things I should have to wall in and what all things I should have to wall out, and more than that whom I was like to give offense. To give offense എന്ന് വെച്ചാൽ പ്രതിരോധിക്കുക എന്നർത്ഥം. ആരെയൊക്കെയാണ് ഒഴിവാക്കേണ്ടത് എന്നും ഞാൻ ആലോചിക്കേണ്ടതാണ്, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി ആലോചിക്കേണ്ടതാണ്. ആൻഡ് ഹിയർ ദ പോയറ്റ് റിപ്പീറ്റ്സ്, വീണ്ടും ആ വരി ആവർത്തിക്കുന്നു നമ്മുടെ ഓപ്പണിംഗ് ലൈൻസ്. സംതിങ് there is that doesn't love a wall. അല്ല, റിപ്പീറ്റ് ചെയ്യുക. സംതിങ് there is that doesn't love a wall and that won't sit down.
അതാണ് ഇതിനെ ഇടിച്ചിടുന്നത്. എന്തോ പ്രകൃതിയിൽ ഈ മതിലിനെ ഇഷ്ടമല്ലാത്ത ഒന്നുണ്ട്, ഈ റെസ്ട്രിക്ഷൻസ് അല്ലെങ്കിൽ നിയന്ത്രണങ്ങൾ ഇഷ്ടമല്ലാത്ത ഒന്ന് പ്രകൃതിയിലുണ്ട്. ആ സംതിങ് ആണ് ദാറ്റ് മേക്സ് ഇറ്റ് ഓർ വാണ്ട്സ് ഇറ്റ് ഡൗൺ. ആൻഡ് ഐ കുഡ് സേ എൽസ് ടു ഹിം. എന്താ പറയേണ്ടത്? എൽസ്, ELVES. എൽസ് എന്ന് വെച്ചാൽ ഈവിൾ സ്പിരിറ്റ്സ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഈവിൾ സ്പിരിറ്റ്സ്, ഏതോ ദുർമന്ത്രവാദിനികൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതോ ഈവിൾ സ്പിരിറ്റിൻ്റെ ഒരു പ്രവർത്തനമായിരിക്കാം ഇത്. ബട്ട് ഐ ആം ഷുവർ ദേ ആർ നോട്ട് ഡൺ ബൈ ദ എൽസ്. പക്ഷേ എനിക്ക് ഉറപ്പാണ് ഇതൊന്നും എൽസ് ഒന്നും ചെയ്യുന്നതല്ല എന്നും കവി പറയുന്നു. ഇവിടെ സൂപ്പർ നാച്ചുറലിസമാണ്. സൂപ്പർ നാച്ചുറലിസം എന്ന് പറയുമ്പോൾ സംതിങ് ദെയർ ഈസ് ദാറ്റ് ഡസ് ഇൻ ലവ് എ വാൾ എന്ന് പറയുമ്പോൾ, ആൻഡ് എൽസ് എന്ന് പറയുന്നു ഈവിൾ സ്പിരിറ്റ്സ്. സൂപ്പർ നാച്ചുറലിസം എന്ന് പറയുമ്പോൾ മനുഷ്യരല്ലാതെ എന്തോ അമാനുഷികമായ ഒരു ശക്തി ഇവിടെ ഉണ്ട്. ആ അമാനുഷികമായ ശക്തി എന്തോ ഒന്നുണ്ട്, അതാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് കവി സമർത്ഥിക്കുന്നു. ദെൻ ദ പോയറ്റ് അഗെയിൻ ഹി ഫീൽസ് ദ നെസസിറ്റി ടു എക്സ്പ്ലെയിൻ ദ മീനിങ്ലെസ്നെസ് ഓഫ് എ വോൾ ടു ഹിസ് നെയ്ബർ and thus by changing his notion about a wall. വീണ്ടും വീണ്ടും കവി ശ്രമിക്കുക, എനിക്ക് ഇന്ന കാര്യങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് കവി ഇങ്ങനെ മനസ്സിൽ കരുതിക്കൊണ്ടിരിക്കുക. എങ്ങനെയെങ്കിലും അയാളുടെ മനസ്സിൽ നിന്നും ഈ മതിൽ അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യകത അത് വേണ്ട എന്ന് വരുത്തി തീർക്കണം എന്ന് കവി ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ഇങ്ങനെ അദ്ദേഹം ചിന്തിച്ച് നിൽക്കുക, സംസാരിക്കണം, ഇദ്ദേഹത്തിൻ്റെ ആകപ്പാടെയുള്ള ഇതിനെക്കുറിച്ചുള്ള ആറ്റിറ്റ്യൂഡ് മാറ്റണം എന്ന് ചിന്തിച്ച് നിൽക്കുമ്പോൾ വീണ്ടും കവിതയിൽ ഒരു ട്വിസ്റ്റ് വരികയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഹിസ് പോയംസ് ബിഗിൻ ഇൻ ഡിലൈറ്റ് ആൻഡ് എൻഡ്സ് ഇൻ വിസ്ഡം. ദെൻ ദ പോയറ്റ് കുഡ് സീ ദാറ്റ് വാട്ട് ഹിസ് നെയ്ബർ ഈസ് ക്യാരിയിങ് 2 stones ഹോൾഡിങ് ഫേംലി ഇൻ ഈച്ച് ഹാൻഡ്. 2 കൈകളിലും കല്ലുകൾ പെറുക്കിക്കൊണ്ട് വരുന്ന അയൽവക്കക്കാരനെയാണ് കവി കാണുന്നത്. കവി ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുക, എങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് മാറ്റുന്നത്. ദെൻ ഹി കുഡ് സീ ഹിസ് നെയ്ബർ ക്യാരിയിങ് സ്റ്റോൺസ് ഹോൾഡിങ് ഫേംലി ഇൻ ഈച്ച് ഹാൻഡ് ആൻഡ് ഹീ ലുക്സ് ലൈക്ക് ആൻ ഓൾഡ് സാവേജ് ആംഡ്. ഇദ്ദേഹത്തിൻ്റെ വരവ് കണ്ടപ്പോൾ കവിക്ക് തോന്നുക അവിടെ ഹ്യൂമറാ, ഫണ്ണാ. എന്താ പറയുന്നത്? ലൈക്ക് ആൻ ഓൾഡ് സാവേജ് ആംഡ്. ലൈക്ക് ആൻ ഓൾഡ് സാവേജ് ആംഡ് ഹിയർ മീൻസ് ഈ ശിലായുഗത്തിലെ അപരിഷ്കൃതനെ പോലെ തോന്നിക്കുന്നു അയൽവക്കക്കാരനെ കണ്ടിട്ട്. ശിലായുഗം, സ്റ്റോൺ ഏജ്. സാവേജ് മീൻസ് അൺകൾച്ചേർഡ് ഫെലോ. ഹിയർ ഹി ലുക്സ് ലൈക്ക് ആൻ അൺകൾച്ചേർഡ് പേഴ്സൺ ഓർ എ സാവേജ് ഇൻ ദ സ്റ്റോൺ ഏജ്, ശിലായുഗത്തിൽ. ഇപ്പോൾ ശിലായുഗം അല്ലെങ്കിൽ സ്റ്റോൺ ഏജിൽ അവിടുത്തെ അന്നത്തെ ആളുകളുടെ ആയുധവും കല്ലാണ്. ഇവിടെ കല്ലുമേന്തി വരുന്ന തൻ്റെ നെയ്ബറിനെ കണ്ടപ്പോൾ കവിക്ക് തോന്നുകയാണ് ഓൾഡ് ഏജ് അല്ലെങ്കിൽ സ്റ്റോൺ ഏജ് സാവേജ് ആണെന്ന്. അത്രയ്ക്ക് അപരിഷ്കൃതനെ പോലെ. അദ്ദേഹം ഇപ്പോഴും ആ ട്രഡീഷണൽ ബിലീഫിൽ നിന്ന് മാറാൻ ഒട്ടും തന്നെ ആഗ്രഹിക്കുന്നില്ല നമ്മളുടെ നെയ്ബർ. എന്നാൽ കവിയോ കുറേ കൂടി മോഡേണായി ചിന്തിക്കുന്നു. 20th century പോയറ്റാണ്, അമേരിക്കൻ പോയറ്റാണ്. കുറേ കൂടി മോഡേണായിട്ട് അദ്ദേഹം ചിന്തിക്കുന്നു. വാട്ട് ഈസ് ദ നീഡ് ഓഫ് എ വോൾ ഇൻ ബിറ്റ്വീൻ അസ്? അതിൻ്റെ ബേസിക് നീഡ് എന്താണ് എന്ന് കവി ചിന്തിക്കുകയാണ്. ആൻഡ് ഹീ ഈസ് മൂവിങ് ഇൻ ദ ഡാർക്ക്നെസ് ഓഫ് ട്രീസ് ആൻഡ് ഇറ്റ് ഷെയ്ഡ്സ്. അവർ നെയ്ബർ ഹീ ഈസ് മൂവിങ് ഇൻ ദ ഡാർക്ക്നെസ് ഓഫ് ദ ട്രീസ്. ഇടതൂർന്ന വൃക്ഷങ്ങളാണ്. ആ വൃക്ഷങ്ങൾക്കിടയിൽ കൂടി വരുമ്പോൾ ഇരുട്ടാണ് തോന്നുന്നത്. ദ ഡാർക്ക്നെസ്. ആ ഡാർക്ക്നെസ് എന്ന് പറയുമ്പോൾ നമുക്കതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാം, ഒരു ഇഗ്നോറൻസ് ആണ്. ഹീ ഈസ് മൂവിങ് ഇൻ ദറ്റ് ഇഗ്നോറൻസ്. ആ അറിവില്ലായ്മയുടെ അല്ലെങ്കിൽ അന്ധകാരത്തിലാണ് അദ്ദേഹം ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ദ പോയറ്റ് കൺക്ലൂഡ്സ് ദ പോം by saying that his neighbor is not ready to go behind his father's saying. വരികൾ നമുക്ക് നോക്കാം. ദറ്റ് മീൻസ് in each hand like an old savage arm. That means bringing a stone grasped firmly by the top in each hand like an old savage arm. He moves in the darkness as it seems to me, not of woods only and the shades of the trees. Darkness not of woods only but the darkness or shade of the tree. And he will not go behind his father's saying. What is his father saying? Good fences make a
good neighbors. ഒരു കാരണവശാലും അദ്ദേഹത്തിൻ്റെ പൂർവികരുടെ പാതയിൽ നിന്നും വ്യതിചലിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. He never likes to go behind his father's saying. What is his father saying? Good fences make good neighbors. ഈ good fences make good neighbors ഇത് ഫസ്റ്റ് സ്റ്റാൻസയുടെ ലാസ്റ്റ് ലൈനിൽ ഇത് തന്നെയാണ് കൺക്ലൂഡ് ചെയ്തത്. അതേപോലെ തന്നെ സെക്കൻഡ് സ്റ്റാൻസയും കൺക്ലൂഡ് ചെയ്യുന്നത് സെയിം ലൈനിൽ തന്നെയാണ്. ഇത് പാരലിസമാണ്. പാരലിസം, ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ് എന്ന് പറയുന്നത് ഫിഗർ ഓഫ് സ്പീച്ചിൽ പാരലിസത്തിന് ഉദാഹരണവുമാണ്. അപ്പോൾ നമുക്കത് ഒന്നുകൂടി ആ ഒരു കൺക്ലൂഡിങ് ലൈൻ ഒന്നുകൂടി ഒന്ന് സമ്മപ്പ് ചെയ്യാം. ദാറ്റ് മീൻസ് ദ നെയ്ബർ ഈസ് നോട്ട് യെറ്റ് റെഡി ടു deviate or give up his forefathers saying, although he has thought about it so well. അതായത് നമ്മളുടെ നെയ്ബർ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. he tried his level best to change the attitude of the neighbor, or he tried his level best to make him understand that there is no need of a wall in between himself and his neighbor. But that was futile. ഒക്കെ പ്രയോജനമില്ലാതെ മാറി. That means he stood firm. The neighbor stood firm that good fences make good neighbors. Poet uses fun in the concluding lines. That means the neighbor is an old savage, and his weapon is stone, and he is not ready to become civilized, and he likes to live in the darkness of that traditional age or that stone age. Okay, അപ്പോൾ നമ്മൾ ഈ പോം ഫ്രം ദ ബിഗിനിങ് ടു എൻഡ് ലൈൻ എക്സ്പ്ലനേഷൻ പറഞ്ഞു കഴിഞ്ഞു. Now we can conclude the poem by listing out the main points. Okay, so in the poem Mending Wall, the poet speaks about an unnecessary boundary separating him from his neighbor, and nature doesn't like walling, and that is why the frozen ground sells under the wall. And through the neighbor's remark, good fences make good neighbors, the poet means that a certain limit or restriction is needed for a healthy relationship. Restricted freedom is advisable for a harmonious relation. ഒരു സന്തുലനമായ ജീവിതത്തിന്, ഒരുമയോടുകൂടിയുള്ള ജീവിതത്തിന് ചില നിയന്ത്രണങ്ങൾ ആവശ്യമാണ് എന്ന് കവി വരികളിൽ കൂടി വ്യക്തമാക്കുന്നു. And the wall represents boundaries between the neighbors, and no neighbor can be given unlimited freedom. So the wall is used as a symbol here. It stands for certain restrictions, and it means that limitless freedom that should not be allowed. And if it is allowed, it may cause troubles and quarrels. So a restricted freedom is advocating here. And good fences make good neighbors is one of the most frequently quoted lines of Robert Frost. And the neighbor repeats the line in the poem, and he represents an old-fashioned tradition. And as an American poet, Frost tries to bring out the importance of property and individual in the United States. And the wall is not necessary in a practical sense, but on a more basic level, the act of mending a wall or keeping a wall allows the neighbors to develop their relation with the limited restrictions. The poem, a thought-provoking one, presents two different interpretations. The wall is interpreted here as man-made barriers. Man-made എന്ന് ഉദ്ദേശിക്കുന്നത് മനുഷ്യനിൽ തന്നെ ഉണ്ടാക്കുന്ന ഇമോഷണൽ ബാരിയേഴ്സിനെ കുറിച്ചാണ്. ആ ഇമോഷണൽ ബാരിയേഴ്സ് ദാറ്റ് റീച്ചസ് ടു സർട്ടൻ divisions, such as the divisions between nations, caste, color, religion, region, wealth, race, social status, etc. ഇങ്ങനെയുള്ള വൈകാരികമായ ചില അകലങ്ങൾ മനുഷ്യർ തന്നെ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെയുള്ള മതിലുകൾ മനുഷ്യരിൽ നിലനിൽക്കുന്നു. അതാണ് വോളിന് ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു ഇൻ്റർപ്രിട്ടേഷൻ. അത് തന്നെയുമല്ല, ഇറ്റ് ഓൾസോ മീൻസ്
ഫിസിക്കൽ ബാരിയേഴ്സ്. ഫിസിക്കൽ ബാരിയേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് സർട്ടൻ വോൾ ലൈക്ക് സ്ട്രക്ചേഴ്സ് ആണ്, ലൈക്ക് ഫെൻസസ്, ഗേറ്റ്സ്, ബാരിയേഴ്സ്, ബൗണ്ടറീസ്, ലൈൻസ്, എക്സെട്ര. സോ again we can come to the first main point. The poem begins in delight and ends in wisdom. വളരെ സിമ്പിളായി കവിത തുടങ്ങി വളരെ നല്ല ഒരു ചിന്തയിലാണ് കവിത അവസാനിച്ചിരിക്കുന്നത്. സോ ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ പോം ആൻഡ് യു ഷുഡ് ഹാവ് ടു റീഡ് ഇറ്റ് many times and should comprehend the main ideas of the poem and should appreciate the poem. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഈ വീഡിയോയിൽ കവിത എക്സ്പ്ലെയിൻ ചെയ്തു. ഇതിൻ്റെ എക്സർസൈസുമായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.